വാഴക്കോട് പ്ലാഴിയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന വീടിന്റെ കോമ്പൌണ്ടിലേക്ക് കയറി. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിലെ RSS കേന്ദ്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ബന്ധം സംബന്ധിച്ച് CPM നേതാക്കൾ പറയുന്നത് പരസ്പര വിരുദ്ധമായ അഭിപ്രായമെന്നും സതീശൻ. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ. വ്യാപാരികൾ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വ്യാപാരികൾ. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ചേറ്റുവലിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് മണിക്കൂറോളം നീണ്ടു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന വീടിന്റെ കോമ്പൌണ്ടിലേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രദേശത്തെ വീട്ടുപറമ്പുകളിലെത്തിയ കൊമ്പൻ വാഴയും തെങ്ങും പ്ലാവും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ കാട് കയറ്റാനും പ്രതിരോധം തീർക്കാനും അകമൽ ആസ്ഥാനമായി RRT രൂപീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിന് നാളിതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. CPM-ഉം LDF-ലും ഒരു ഏകോപനമില്ലെന്നും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ബന്ധം സംബന്ധിച്ച മുഖ്യമന്ത്രി എഴുതി വായിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിനും നാട്ടുകാർക്കും മനസ്സിലായില്ല. MV ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി നിഷേധിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത പാർട്ടികളായി CPI-യും CPM-ഉം മാറി. ഇവർക്ക് ഇപ്പോഴും RSS ബന്ധമുണ്ടെന്നാണ് UDF പറയുന്നത്. നിലമ്പൂരിൽ 15,000 വോട്ടിന് മീതെയുള്ള ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൌക്കത്ത് തിരഞ്ഞെടുക്കപ്പെടുമെന്നും VD സതീശൻ ചാലക്കുടിയിൽ വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഓർന്നു കൊടുത്തു. ഇത് രണ്ടുമല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും സർക്കാർ ഗ്യാരണ്ടി ഏർപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയതായി നിർമ്മിച്ച ടൗൺ ബ്രാഞ്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ സംഘങ്ങളിൽ തലപ്പത്തെത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുഴുക്കുത്തുകളുണ്ട്. ഇത്തരം പ്രവണത തടയുന്നതിന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം തന്നെ മുൻകൈയെടുക്കണമെന്നും VD സതീശൻ പറഞ്ഞു. യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബാങ്ക് പ്രസിഡന്റ് VL ജോൺസൺ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണലൈസ്ഡ് ബാങ്കുകളിൽ, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപം നടത്തിയ ആ ബാങ്കിന് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഗ്യാരണ്ടിയും അല്ലേ, ആ പണം നമുക്ക് തിരിച്ചു കിട്ടും. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ. വ്യാപാരികൾ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബെൽമൌത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടമാണ് ചോർന്നൊലിച്ച് തകർച്ചാഭീഷണി നേരിടുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഇരുമ്പ് കമ്പികൾ ദ്രവിച്ച് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിലാണ്. 4 നിലകളിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ജീവനക്കാർക്ക് ഉപയോഗിക്കാനുള്ള ശുചിമുറിയുടെ അവസ്ഥയും പരിതാപകരമാണ്. തൃശൂർ നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോഴും കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്വന്തം കെട്ടിടത്തിന്റെ സുരക്ഷ പോലും ഉറപ്പാക്കാനാവുന്നില്ല. നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നഗരഹൃദയത്തിലുള്ള ബെൽമൌത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഇവിടെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് മുൻ കൗൺസിലറും ഹിന്ദു മസ്തൂർ സഭ ജില്ലാ പ്രസിഡന്റുമായ PO അബ്ദുൽ മുത്തലിഫ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. TCV തൃശൂർ.
ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലം നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചേർപ്പ് തൃപ്രയാർ പ്രധാന റോഡിലെ ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും തീരാ ദുരിതം സമ്മാനിക്കുന്നത്. പഴയ പാലം പൂർണ്ണമായും പൊളിച്ചുള്ള നിർമ്മാണമായതിനാൽ റോഡ് രണ്ടായി വിഭജിക്കപ്പെട്ട് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശം ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയതോടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ആവശ്യങ്ങൾക്കായി അപ്പുറമെത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടിലാണ്. ഇങ്ങനെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗി മരിക്കാനുമിടയായി. 1-2 വർഷമായി തുടക്കം കുറിച്ചിട്ടിട്ട് ഇതുവരെ ആയിട്ടും പണികൾ ഒന്നും നടന്നിട്ടില്ല. ആകെ 2 പേര് 3 പേര് വെച്ചിട്ടാണ് അവർ പണി നടക്കുന്നത്. ഇപ്പോൾ 1 മാസത്തെ വേണ്ടിയിട്ടാണ് അടച്ചിട്ടിട്ട്, ഒരു ബൈക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിട്ട് പണി നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ തന്നെ ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 1 കിലോമീറ്റർ ചുറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 14 കിലോമീറ്റർ ചുറ്റിട്ടാണ് തൃപ്രയാർ ഭാഗത്തേക്കും മറ്റുള്ളടത്തേക്കും പോകുന്നത്. ഇപ്പോൾ പുള്ള് ആലപ്പാട് ആ ഭാഗത്തുകളൊക്കെ വെള്ളം കയറിയ കാരണം ആ ഭാഗത്തേക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പം ഞങ്ങളൊരു ദ്വീപിൽപ്പെട്ട പോലെ തൃപ്രയാർക്ക് പോകാനായിട്ട് ബസ് മാത്രം ആശ്രയിക്കുന്നത്. ഒരു ബൈക്കിൽ ഒരു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മരിച്ച വീട്ടിലേക്ക് പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മറുകരയെത്താനുള്ള പ്രദേശത്തെ ഏക മാർഗം കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ്. മഴക്കാലത്ത് വഴുക്കലും മറ്റുമായി ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായി. ജനങ്ങളാകെ ദുരിതത്തില്ല. ചെറുവണ്ടി കടക്കാനുള്ള സംവിധാനം ചെയ്താൽ ഇത് 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ ചെടിയിൽ കൂടെ വന്നിട്ട് വേണം ഇങ്ങോട്ട് ഈ ചെറുക്കലേക്ക് എത്തണമെങ്കിൽ. അതിനൊരു പോൺ വഴി എത്രയും വേഗം കണ്ടതിലെ കാര്യമുള്ളൂ. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇത് വാർത്തത്. മെയ് മാർക്ക് കഴിഞ്ഞത്. അപ്പോൾ അടുത്ത മാസം 18-ാം തീയതി ഇത് കഴിയുമെന്ന് പറയുന്നത്. ഇത് കൈവരി കെട്ടി കഴിഞ്ഞിട്ട് വേണ്ട വണ്ടി പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ഈ വഴിയുള്ള സ്വകാര്യ ബസ്സുകൾ നിലവിൽ ഇരുകരകൾ വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ ഒറ്റ ട്രിപ്പിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഇരുകരകളിലേക്കും നടന്നും ബസ്സുകൾ മാറിക്കേറിയും വേണം യാത്ര നടത്താൻ. പ്രദേശത്തെ വ്യാപാരികളും ദുരിതത്തിലാണ്. ഇത് അടച്ചതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ്സിൽ 75% ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കുക. ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ തലയ്ക്ക് മീതെ വരുന്ന ബില്ലുകളാണ് വരുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകണം. ഞങ്ങൾക്ക് ഒരു ഗതിയില്ല. ഇത് ഈ പാലം തുറക്കാണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒരു വശം വരുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വരുന്ന ബസ്സുകൾ അവിടെ നിർത്തുന്ന അപ്പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ ആരുമില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ വരെ ബാക്കിയാവുക. ഇത് എത്ര ദിവസം ഇങ്ങനെ പോകുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല. മതിയായ തൊഴിലാളികളില്ലാത്തതാണ് പ്രവൃത്തികളിൽ കാലതാമസം വരാൻ പ്രധാന കാരണം. ഒപ്പം പ്രതികൂല കാലാവസ്ഥയും കൂടിയായപ്പോൾ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലായി. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പാലം പണി വർഷം 1 പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല. യാത്രക്കാരും പ്രദേശവാസികളും എല്ലാം തന്നെ ദുരിതത്തിലാണ്. ഈ കാണുന്ന നടപ്പാലം കൂടി ഇല്ലായിരുന്നെങ്കിൽ കാൽനടയാത്ര പോലും അസാധ്യമായിരുന്നു. ഇനിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ഇന്ന് 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7:30-യോടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദിവസം കാലത്ത് 3 വണ്ടി 4 വണ്ടി വെച്ചിട്ടാണ് ഇടിക്കുന്നത്. ഇന്ന് കാലത്ത് 2 കാറും ഒരു ബൈക്കും കൂടി കൂട്ടിയിടിച്ച് ബൈക്കുകാരന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ടാണ് 2 ആളുകൾ രക്ഷപ്പെട്ടത്. 2 കാറുകളും ആകെ തർപ്പണായി. ഈ ദിവസം ഇത് തന്നെയാണ് പന്നിത്തറം മേഖലയിലെ സ്ഥിതി. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡുകൾ വീതി കൂട്ടി യാത്രാസൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. 4 ഭാഗത്ത് വരുന്ന ആളുകൾ മെയിൻ റോഡുകളാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്. ഒന്ന് സ്ലോവിൽ വരെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിന് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടില്ല. അതിനൊരു പരിഹാരം വേണം. റോഡ് അതോറിറ്റി അതുപോലെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വെച്ച്
സിഗ്നലുകളും ഒക്കെ സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെയും യാത്രക്കാരെയും രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയോടെ കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നു. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എപ്പോഴും ആക്സിഡന്റ്. അധികൃതരാണെങ്കിൽ ഒരു കണ്ണു തുറക്കുന്നില്ല. കാരണം സിഗ്നൽ ലൈറ്റ് ഇല്ല, ട്രാഫിക് ബ്ലോക്ക്, വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക്, കാൽനട യാത്രക്കാർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നലിലെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയപാത 66-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവയിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എയർ ബാഗുകൾ പുറത്തു ചാടിയ നിലയിലായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തൃത്തലു ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദേശീയപാത നിർമ്മാണ കമ്പനി സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം. രാത്രി സമയങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ വാഹനയാത്രക്കാർക്ക് ഡിവൈഡറുകൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ദേശീയപാതയിൽ വഴിവിളക്കുകളില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ റോഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമല ആവശ്യപ്പെട്ടു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക് വൻ ഗതാഗത കുരുക്ക്. കല്ലിടുക്ക് മുതൽ ചുവന്നമണ്ണ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. കല്ലിടുക്കിൽ ട്രെയിലർ ലോറി കുടുങ്ങിക്കിടന്നതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. മണിക്കൂറുകൾക്ക് ശേഷം ലോറി JCB ഉപയോഗിച്ച് മാറ്റിയെങ്കിലും പുലർച്ചെ തുടങ്ങിയ കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക് എന്നിവിടങ്ങളിലെ കുഴികൾ മൂലം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി പുരോഗമിക്കുന്നു. മന്ത്രി കെ രാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ദേശീയപാത അധികൃതർ അറ്റകുറ്റപ്പണി നടത്തുന്നത്. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകുന്ന അനുപമമായ പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വർഷം 3 ലക്ഷം കുടുംബങ്ങളിലേക്ക് വായനാ വസന്തം എത്തിച്ചുകൊണ്ടാണ് വായനാ പക്ഷാചരണത്തിന് ലൈബ്രറി കൌൺസിൽ തയ്യാറെടുക്കുന്നത് എന്നത് സന്തോഷം പകരുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. ഒരാളുടെ വ്യക്തിത്വവും ഹൃദയവും വികസിക്കുന്നതിന് വായന സഹായിക്കും. നമ്മുടെ യുവജനത വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയും ആന്തരിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ വായന അവരുടെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ സഹായിക്കും. അസമത്വപൂർണവും അന്ധവിശ്വാസം നിറഞ്ഞതുമായ ഒരു വിദൂര ഭൂതകാലത്തിലേക്ക് ഇന്ത്യയെ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമ്മൾ ആട്ടിപ്പായിച്ച അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തിരിച്ചുവരവിന് ബോധപൂർവം അരങ്ങൊരുക്കുന്ന ശക്തികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ KEN കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മുരളി പെരുന്നെല്ലി MLA വായനാദിന സന്ദേശം നൽകി. ലൈബ്രറി കൌൺസിൽ അംഗം TK വാസു, PN പണിക്കർ അനുസ്മരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു, VK ഹാരിഫാബി തുടങ്ങിയവർ സംസാരിച്ചു. PN പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് കേരള സർക്കാരും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലും സംയുക്തമായി വായനാചരണം സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. എടത്തിരിഞ്ഞ് കാട്ടൂർ റോഡിൽ ഗോത്ര പാലത്തിന് സമീപം KLDC കനാലിൽ കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. ചടിങ്ങാട് തോട്ടുപറമ്പത്ത് കരീമിന്റെ മകൻ ഷാനവാസിനെയാണ് തിരച്ചിൽ. കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കുളിക്കുന്നതിനിടെയാണ് യുവാവിനെ കാണാതായത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ ജില്ലാ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകാത്തതിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. UDF ഭരിക്കുന്ന സൊസൈറ്റിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കാലാവധി പൂർത്തിയാക്കിയിട്ടും നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാത്തതിന് കാരണമെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ആം ആദ്മി വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടേക്കാട് സൊസൈറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവ്യർ, മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര തുടങ്ങിയവർ പങ്കെടുത്തു.
നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ വരെ വഴിനീളെ കുഴികൾ 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുൻപ് പുതുക്കിപ്പണിത റോഡാണ് പലയിടത്തായി പൊളിഞ്ഞത്. മഴ ശക്തമായതോടെ കുഴികളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ താഴെ സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകൾ പൊട്ടിയാണ് കുഴികൾ ഉണ്ടായത്. പട്ടാമ്പി റോഡിലെ ഇറക്കത്തിലും ഒറ്റപ്പിലാവിലും തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ തകർന്നിരുന്നു. ഈ ഭാഗത്തെല്ലാം താൽക്കാലിക തരികിടപ്പണി നടത്തുകയല്ലാതെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. തൃത്താല പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച അരനൂറ്റാണ്ടോളം പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളാണ് സംസ്ഥാനപാതയിൽ റോഡിന്റെ താഴെ ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത്. ഇവ മാറ്റി സ്ഥാപിക്കാതെയാണ് പാത നവീകരണം നടത്തിയത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ജല അതോറിറ്റിയോട് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ നില തുടർന്നാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. TC വിനോസ്, കുന്നംകുളം. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച തമിഴ്നാട് വള്ളം പിടിച്ചെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. ട്രോളിംഗ് നിരോധന നിയന്ത്രണങ്ങൾ ലംഘിച്ച് തമിഴ്നാട് കുളച്ചൽ സ്വദേശി അശ്വിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പുനിത പ്രകാശി അമ്മാൾ എന്ന ആഴക്കടൽ മത്സ്യബന്ധന യാനമാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് യാനം പിടിച്ചെടുത്തത്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് യാനം പിടികൂടിയത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തിയാക്കി 20,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാക്സ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് അറിയിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന് പരാതി. ക്ഷേത്രത്തിലെ പുതിയ ദേവസ്വം ഓഫീസർ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പണ്ടം പാത്രം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന് കണ്ടെത്തിയത്. ദേവസ്വം ഓഫീസറായി ചുമതലയേറ്റ സച്ചിന്റെ പരാതിയിൽ ദേവസ്വം വിജിലൻസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. നിലവിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഓഫീസർ ലീവെടുത്ത് മാറി നിന്നപ്പോഴാണ് പുതിയ ഓഫീസറെ ദേവസ്വം നിയോഗിച്ചത്. ദേവസ്വം വിജിലൻസ് ഓഫീസറായ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയത്. ചാവക്കാട് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 16 കുടുംബങ്ങളെ കടപ്പുറം അഞ്ചങ്ങാടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. NK അക്ബർ MLA ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ്, ചാവക്കാട് നഗരസഭാ കൌൺസിലർ ബുഷ്ര ലത്തീഫ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വായനാ ദിനം. വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ലോക വായനാ ദിനമായി ആചരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം പരന്ന വായനയെ പിന്നോട്ടടിപ്പിച്ചുവെങ്കിലും ഈ പുസ്തകങ്ങളും ഓഡിയോ ബുക്കുമെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. അറിവിന്റെ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. വായന ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്ര വളർന്നാലും വായന ഇല്ലാതാകുന്നില്ല. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ന്യൂസ് ഡെസ്ക് TCV. വായനാ ദിനവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വായനശാലയ്ക്കായി കാത്തിരുന്ന നെന്മണിക്കര ഗ്രാമം. ഗ്രാമസഭാ തീരുമാനം 1.5 വർഷമായി നടപ്പായില്ല. യോഗം ചേരാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. നെന്മണിക്കര പഞ്ചായത്ത് 5-ാം വാർഡിൽ സാംസ്കാരിക നിലയങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിൽ വായനശാല തുടങ്ങാനുള്ള ഗ്രാമസഭാ തീരുമാനം 1.5 വർഷമായിട്ടും നടപ്പായില്ല. കഴിഞ്ഞ വായനാ ദിനത്തിന് 6 മാസം മുൻപ് ചേർന്ന ഗ്രാമസഭയിലായിരുന്നു തീരുമാനം. 2 അംഗനവാടികളുടെയും പ്രവർത്തനമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സാംസ്കാരിക നിലയത്തിലും വായനശാല തുടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് സഭ പാസാക്കിയത്. പ്രമേയത്തിന് പഞ്ചായത്ത് പിന്തുണ അറിയിക്കുകയും വായനശാല തുടങ്ങാൻ പൊതുയോഗം വിളിക്കാൻ വാർഡ് മെമ്പറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ പൊതുയോഗമോ ആലോചനയോ ഉണ്ടായിട്ടില്ലെന്ന് പരിഷത്ത് പ്രവർത്തകനായ ശ്രീനാഥ് പറഞ്ഞു. ഇവിടെ ഒരു വായനശാല തുടങ്ങാനായിട്ട് ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള അതിനൊരു ഒഴിവുണ്ട് എന്നറിഞ്ഞ പിന്നെയാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ നേതൃത്വമോ മറ്റുള്ളവരോ ഇതിനുവേണ്ടി യാതൊരു ഇൻട്രസ്റ്റും എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമസഭ ഒരു നാടിനെ മാറ്റുന്നത് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനപ്രതിനിധികളും മറ്റു കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനൊപ്പം നിൽക്കണം. പുരോഗമന മതനിരപേക്ഷ ബോധമുണ്ടാകാനും ലഹരിക്കും മറ്റ് സാമൂഹ്യ വിപത്തുകൾക്കുമെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനും വായനശാല ആവശ്യമാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം വായിക്കാൻ പുസ്തകത്തിന് വേണ്ടി PS നമ്പൂതിരിയുടെ സ്മാരക മന്ദിരത്തിൽ പുസ്തകം ഒരുപാട് പേരുണ്ട്. നെന്മണിക്കരൊരു വായനശാല വരികയാണെങ്കിൽ നെന്മണിക്കരത്തെ എല്ലാ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും അതൊരു ഗുണമായി മാറും. ഗ്രാമങ്ങളിൽ വായനശാല ആവശ്യമാണ്. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമല്ലാത്തതാണ് വായനശാല തുടങ്ങാൻ കഴിയാത്തതിന് കാരണമെന്ന് വാർഡ് മെമ്പർ ബിന്ദു ശശീന്ദ്രൻ അറിയിച്ചു. വായനശാല തുടങ്ങുന്നതിനായി ബന്ധപ്പെട്ടവരുടെ യോഗം എത്രയും വേഗം വിളിക്കുമെന്നും വാർഡ് മെമ്പർ പ്രതികരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. മുതിർന്ന മാധ്യമ പ്രവർത്തകരും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ N. മാധവൻകുട്ടിയുടെ പുസ്തകശേഖരം ഇനി കൊടുങ്ങല്ലൂരിലെ പെൺപള്ളിക്കൂടത്തിന് സ്വന്തം. N. മാധവൻകുട്ടി തന്റെ പക്കലുള്ള 1000-ഓളം മലയാള പുസ്തകങ്ങളാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വായനാദിന സമ്മാനമായി നൽകിയത്. പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലലമാര ഉൾപ്പെടെയാണ് വിദ്യാലയത്തിന് കൈമാറിയത്. പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കണമെന്ന ആഗ്രഹമാണ് ഈ പുസ്തകശേഖരത്തെ വിദ്യാലയത്തിലെത്തിച്ചത്. ഐതിഹ്യമാല മുതൽ കേരള ചരിത്രം വരെയുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളാണ് N. മാധവൻകുട്ടിയുടെ ശേഖരത്തിലുള്ളത്. വായനാ ദിനത്തിൽ KKTM GGHSSൽ നടന്ന ചടങ്ങിൽ പുസ്തകശേഖരം വിദ്യാലയത്തിന് കൈമാറി. ജീവിതത്തിൽ സമ്പാദ്യം എന്ന് പറയാൻ ഭൂമിയോ കെട്ടിടങ്ങളോ സാധാരണ അർത്ഥത്തിൽ പറയുന്ന സമ്പത്ത് സമ്പാദ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ സ്നേഹബന്ധങ്ങളും ഈ പുസ്തകങ്ങളും വായനയുമാണ്. സന്യാസിയായതുകൊണ്ടോ ജീവിതത്തിൽ ആവശ്യങ്ങളില്ലാത്തതുകൊണ്ടോ അല്ല, അടക്കാത്ത ആവേശങ്ങൾ ജീവിതത്തിൽ. അതിലൊന്നാണ് വായന, പുസ്തകം, ചിന്ത, എഴുത്ത്, പറച്ചിൽ. ഇത് എൻ്റെ ഒരു സ്വകാര്യ സമ്പത്തായി ഞാൻ മരിക്കുമ്പോൾ പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ പോകരുത്. അത് സമൂഹത്തിന്, എനിക്ക് തന്ന സമൂഹത്തിന്, ഈ അറിവ് തന്ന സമൂഹത്തിലേക്ക് തിരിച്ച് നൽകാനുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ചെറിയ സൂചനയാണിത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, MPTA പ്രസിഡന്റ് സനിത സനീഷ്, സീനിയർ അസിസ്റ്റന്റ് M. സീന, ലൈബ്രറി ഇൻചാർജ് നിലീന എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. എഴുത്തിലും വായനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുൻ അധ്യാപിക എല്ലാ ദിവസവും ഒരു പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പ് എഴുതും. ഇത്തരത്തിലുള്ള ആസ്വാദന കുറിപ്പ് തന്റെ മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ശീലമാക്കിയിരിക്കുകയാണ് സർക്കാർ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയായ മേരി തോമസ്. മഴക്കാലമല്ലേ, മഹിമനം കുളിരും കാലമല്ലേ, മഴക്കാരൻ മഷിയെഴുതും കാലമല്ലേ. വാഴച്ചാൽ GW LP സ്കൂളിൽ നിന്ന് 2018 വിരമിച്ച ശേഷം പുസ്തകം വായിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലെന്ന് മേരി തോമസ് പറയുന്നു. 200-ലധികം കവിതകളും 12 കഥകളും എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 30 കവിതകൾ പുസ്തകമാക്കി അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. 110 പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് ഇതിനകം മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലസാഹിത്യമാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്.
മാർഗദർശിയാണ് പ്രിയപ്പെട്ട പുസ്തകമെന്ന് മേരി തോമസ് പറഞ്ഞു. ഞാനിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടിപ്പോൾ ഒരു 110ഓളം ആഹ്വാനങ്ങൾക്ക് FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കവിത എഴുതിയിട്ടുണ്ട്. 155 കവിതകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കവിതകൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ പ്രകാശനം ഉണ്ടാകും. ഇനിയും കുറച്ച് കവിതകളോടെ ഇങ്ങനെ ഞാൻ FB-യിൽ ഇടാത്ത കുറച്ചിരിപ്പുണ്ട്, അത് ചേർത്തിട്ടില്ല. ഇപ്പം ദിവസം വായിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന കവിതകളാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുമായി സംവദിക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷവും സങ്കടവും കവിതകളിലൂടെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. എഴുത്തിനും വായനയ്ക്കും പ്രത്യേക സമയമില്ലെങ്കിലും പലപ്പോഴും രാത്രി 12 വരെ നീണ്ടുപോകുമെന്നും ഇത് കഴിഞ്ഞിട്ടേ ഉറക്കമുള്ളൂവെന്നും ഇവർ പറയുന്നു. പുസ്തക വായനയിലും ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിലും വിനോദം കണ്ടെത്തുന്ന മുൻ അധ്യാപികയ്ക്ക് എഴുത്തും വായനയുമാണ് പ്രിയപ്പെട്ട ലോകം. കരിമുകിലാകാനിനി നാൾ, ഒരു കുടം തണ്ണീർ ചുമലിലേന്തുവാനിനി എത്ര നാൾ, കാത്തിരിക്കണമിനി എത്ര നാൾ, കാത്തിരിക്കണമിനി എത്ര നാൾ. TCV ന്യൂസ്, മാള. അക്ഷരങ്ങളെ ജീവവായു പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എഴുത്തുകാരിയാണ് ES ആമി. ഇതിനോടകം തന്നെ കഥാരചനയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് +2 വിദ്യാർത്ഥിനിയായ ആമി. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കഥാരചനയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയുടെ കഥയ്ക്ക് A ഗ്രേഡ് ലഭിച്ചു. ES ആമി എന്ന +1 വിദ്യാർത്ഥിനിയായിരുന്നു അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ആ കൊച്ചു കഥാകാരി. വേഗത്തിൽ നീങ്ങുന്ന ഘടികാര സൂചികൾ എന്നതായിരുന്നു കഥയുടെ വിഷയം. കഥയെഴുത്തിൽ ഭാഷ കൊണ്ട് വൈവിധ്യം തീർക്കുന്ന ആമി എഴുത്തിന്റെ ലോകത്ത് ശക്തമായ സ്ത്രീ സാന്നിധ്യമാണെന്ന് വിധികർത്താക്കളും അന്ന് വിലയിരുത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ആമി ശ്രീനാരായണപുരം സ്വദേശിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീടിന്റെയും കലാകാരി കൂടിയായ ജിതിയുടെയും മകളാണ്. കുഞ്ഞുനാളിലെ വായനയുടെ ലോകത്തേക്ക് കടന്നുവന്ന ആമി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കഥകളും കവിതകളുമെല്ലാം എഴുതാൻ തുടങ്ങിയിരുന്നു. അക്ഷരങ്ങളാണ് ആമിയുടെ ലോകം. ഹൈസ്കൂൾ തലത്തിൽ വിദ്യാരംഗത്തിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും കഥാരചന മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ തുടർച്ചയായി സമ്മാനങ്ങളും വാരിക്കൂട്ടി. നിരവധി മറ്റ് പുരസ്കാരങ്ങളും ഈ പെണ്ണെഴുത്തുകാരിയെ തേടിയെത്തി. വയനാട് പെരിക്കല്ലൂർ സ്കൂൾ 2024 നടത്തിയ സംസ്ഥാനതല കഥാപുരസ്കാരം, 2024 TV കൊച്ചുബാവ പുരസ്കാരം, ഈ വർഷത്തെ ഗാർഗി അങ്കണം പുരസ്കാരം, കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയുടെ വായനയുടെ ലോകം പുരസ്കാരം തുടങ്ങിയ ചെറുതും വലുതുമായ അംഗീകാരങ്ങളുടെ പട്ടിക അങ്ങനെ നീളുന്നു. ഞാൻ എഴുതി തുടങ്ങിയത് ഒരു 4ാം ക്ലാസ് ഒക്കെ തൊട്ടാണ്. 4ാം ക്ലാസ് തുടങ്ങി എഴുതി തുടങ്ങാന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം തുടങ്ങി വായനാശീലൊക്കെ ഉണ്ട്. വീട്ടിൽ ചെറിയൊരു ലൈബ്രറി ഒക്കെ അച്ഛനമ്മയും കൊണ്ടുവരികയും അതിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ വലിയ വലിയ പുസ്തകങ്ങളോട്ട് കയറിയിട്ടാണ് പതുക്കേനെ എഴുത്തിന്റെ മേഖലയിലോട്ടൊക്കെ വരുന്നത്. മണപ്പുറത്തിന്റെ പ്രശസ്ത നാടൻ കലാകാരനായിരുന്ന EAS പുതിയകാവിന്റെ ചെറുമകൾ കൂടിയായ ആമി ഗാനാലാപനത്തിലും അഭിനയത്തിലും കൂടി മികവ് തെളിയിച്ചിട്ടുണ്ട്. മണിപ്പൂർ കലാപ പശ്ചാത്തലത്തിൽ പിതാവ് സുധീഷ് എഴുതി സംവിധാനം ചെയ്ത വിലാപം എന്ന ഒറ്റയാൾ നാടകം ആമി ഒട്ടേറെ വേദികളിൽ അവതരിപ്പിച്ചു. എഴുത്തുകാരി മാധവിക്കുട്ടിയെ ഏറെ ആരാധിക്കുന്ന സുധീഷും ജിതിയും തന്നെയാണ് മകൾക്ക് ആമി എന്ന പേരിട്ടതും. പേരിനെ അനർത്ഥമാക്കുന്നതായിരുന്നു ആമിയുടെ രചനാപാഠവും. അവൾ എഴുത്തുകാരി ആയില്ലെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാനായിട്ട് പഠിക്കും. അത് ഏതൊരു കുട്ടിയോടും ഏതൊരു രക്ഷിതാവിനോടും നമ്മൾ പറയുന്നത്, നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പുസ്തകം വായിക്കും. കുറച്ചും കൂടി മെച്ചപ്പെട്ട ലോകം ഉണ്ടാകുന്നതിന് വായന നമ്മളെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പുസ്തകം വായിക്കാനായിട്ട് അവൾ നിരന്തരം നമ്മൾ ശീലിപ്പിച്ചിരുന്നു. ചെറുതും വലുതുമായ പുസ്തകങ്ങളിലൂടെ വായനയെ പ്രണയിക്കുന്ന ആമിയുടെ തെരഞ്ഞെടുത്ത 20 കഥകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. പഠന തിരക്കിനിടയിലും പുതിയ കഥയെഴുത്തിന്റെ തിരക്കിലാണ് ആമി. TCV ന്യൂസ്, കയ്പമംഗലം.
വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിതമാർഗവും കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന യദു കൃഷ്ണന് സ്വന്തമായി വീടായി. ചാവക്കാട് എംഎൽഎയുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും സ്കൂൾ മാനേജ്മെന്റ്, PTA, രക്ഷിതാക്കൾ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹായത്താലാണ് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന യദു കൃഷ്ണന് വീടൊരുക്കിയത്. വീടിന്റെ താക്കോൽദാനം നാളെ നടക്കും. വിദ്യാലയത്തിന് മികച്ച വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന മെറിറ്റ് ഡേയും നാളെ നടക്കുമെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മാനേജർ MU ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ MD ഷീബ, ഹെഡ് മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര വാദ്യ കലാകാര കൂട്ടായ്മയായ മേള കലാസംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇലത്താള കലാകാരന്മാരായ പറമ്പിൽ നാരായണൻ നായർ, കുണ്ടനാട്ട് നാരായണൻ നായർ എന്നിവരുടെ 2ാം ചരമവാർഷിക ദിനാചരണവും ചേലക്കര സൂര്യനാരായണൻ, കീനൂർ മണികണ്ഠൻ എന്നിവരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. പെരുവനം സതീശൻ മാരാർ കലാകാരന്മാരുടെ ഛായാചിത്രത്തിനു മുന്നിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സമിതി വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. MLV നായർ, അരുൺ പാലാഴി, കൊടകര അനൂപ്, വിജിൽ മേനോൻ, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ സമ്പൂർണ്ണ തിമിര വിമുക്ത നഗരസഭയാകുന്നു. പ്രഖ്യാപനം ഈ മാസം 28-ന് നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭയുടെ 41 ഡിവിഷനുകളിലുള്ള നിവാസികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയയും 12 ക്യാമ്പുകളിലായി 2024 രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 170ഓളം പേർക്ക് സൗജന്യ തിമിര വിമുക്ത ശസ്ത്രക്രിയ നടത്തിയതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി വിൽസൺ കുന്നംപള്ളി, CA ശങ്കരൻകുട്ടി, സുനീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. പ്രവേശനോത്സവം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് C. പയസ് പോൾ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. ജോർജ്, PTA പ്രസിഡന്റ് റാഫി കൊമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൺവെൻഷൻ പറപ്പൂർ വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PP ജോണി അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയ് മൂത്തേടൻ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിന്ദു വർഗീസ്, ജനറൽ കൺവീനർ റീത്ത തോമസ്, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കൺവീനർ MH സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM പാവറട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധവിരുദ്ധ റാലിയും പ്രതിഷേധ യോഗവും നടന്നു. പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PS ബിജു അധ്യക്ഷനായി. ബാബു ആന്റണി, KR സുമേഷ്, അഷ്കർ അലി, K. ദ്രൗപദി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ശക്തമായ തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ 55ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വിനോദ് മാടവന അധ്യക്ഷനായി. NM വിനീഷ്, അൽഫോൺസ ഫ്രാൻസിസ്, സന്തോഷ് എങ്കക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, KC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ചേതനയുടെ ആഭിമുഖ്യത്തിൽ ലോക സംഗീത ദിനമായ ജൂൺ 21-ന് ഭിന്നശേഷി ഗായകരുടെ ഗാനമേള സംഘടിപ്പിക്കും. ചേതന ഗാനാശ്രമത്തിന്റെയും ചേതന സംഗീത് നാട്യ അക്കാദമിയുടെയും രക്ഷിതാക്കളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5-ന് തൃശൂർ ടൗൺ ഹാളിലാണ് പരിപാടി. തൃശൂർ പോളി നയിക്കുന്ന ഓർക്കസ്ട്ര ടീമിനൊപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 15ഓളം ഭിന്നശേഷി ഗായകർ ഗാനാലാപനം നടത്തും. ചേതനയിൽ വർഷങ്ങളായി മസ്തിഷ്ക സംഗീത ചികിത്സ തേടിയവരാണ് ഇതിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ഗായകരും. പ്രവാസി വ്യവസായി
നസീർ വെളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഗാനമേളയിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ അതിഥിയാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ, VS രമേശൻ, ഡോക്ടർ KP സതീഷ്, ഡിറ്റോ P ആന്റോ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിര സമിതി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് ബഫീഖ് ബക്കർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ KB നിഷ, കൌൺസിലർ റെജി ജോയ്, അഡ്വക്കേറ്റ് ഷോബി T വർഗീസ്, പ്രമീള രാജേഷ്, സന്ധ്യ വിനോദ്, സുമി കണ്ണൻ, ഹെഡ്മാസ്റ്റർ CK അജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ അക്ഷരദീപം തെളിയിച്ച് വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ദേവസൂര്യ ബാലവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം ഉദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി പ്രസിഡന്റ് AD ശ്രീനന്ദ അധ്യക്ഷയായി. ദേവസൂര്യ സെക്രട്ടറി KC അഭിലാഷ്, അനാമിക, TS ആര്യ എന്നിവർ സംസാരിച്ചു. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് CB ജോയ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, ഭരണസമിതി അംഗങ്ങളായ ശശി പൂത്ത്, നാലകത്ത് മുത്തു, ഉണ്ണികൃഷ്ണൻ, ഷീബ സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമഴയത്തും കുടിവെള്ളക്ഷാമം നേരിടുന്ന കൈപ്പറമ്പ് പഞ്ചായത്ത് 5-ാം വാർഡിലെ ശങ്കരം കണ്ടം പ്രദേശത്തെ കുടുംബങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അയ്യൻകുന്ന് കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പിൽ അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ചും കുടിവെള്ള പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുമാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. TU ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG സതീശൻ, PA പ്രസന്നകുമാർ, PS സുധ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് 4-ാം വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PV ഷാജി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി CK ഷോബി, ട്രഷറർ ജോസ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൽ, ഫ്രാങ്കോ മാളിയേക്കൽ, രവീന്ദ്രൻ കിയാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ GLP സ്കൂളിൽ വായനാ ദിനാചരണവും സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം ഷൈനി ബാബു നിർവഹിച്ചു. PTA പ്രസിഡന്റ് PR വിമൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക TM ശകുന്തള, സീനിയർ അധ്യാപിക പ്രീതി എന്നിവർ സംസാരിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ വാരാചരണം ഡോക്ടർ VK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. പ്രധാന അധ്യാപിക KV ഗീത, MPTA പ്രസിഡന്റ് നാസിമ സക്കീർ, വിദ്യാരംഗം ദിനാചരണ കൺവീനർ സെപ്റ്റീന എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലെ വായനാ ദിനം എഴുത്തുകാരനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ മാത്യു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS ഇരൻസൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ്, വാർഡ് മെമ്പർ അനിത ശശി, PTA വൈസ് പ്രസിഡന്റ് TS സുകേഷ്, പ്രജിത പ്രശാന്ത്, അർച്ചന ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായനാ ദിന ഉദ്ഘാടനം നടത്തിയ മാത്യു അന്തിക്കാടിന്റെ രചനകൾ സ്കൂളിലേക്ക് നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ അടങ്ങിയ കൈപ്പുസ്തകം സൗജന്യമായി വിതരണം ചെയ്ത അധ്യാപകൻ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവാണ് തൃശൂർ അതിരൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുന്നത്.
കോടാലി GLP സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാഷാ ക്ലബ്ബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി, നവീകരിച്ച ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. എഴുത്തുകാരൻ പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് രേഖാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഷീല, സീനിയർ അധ്യാപിക KP രജനി, MPTA അംഗം രേഷ്മ, പ്രോഗ്രാം കൺവീനർ ആശ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് വിശിഷ്ട അതിഥിയായി. PTA പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് PM രജനി, PTA വൈസ് പ്രസിഡന്റ് ഹരികുമാർ ഭട്ടതിരിപ്പാട്, അധ്യാപികയായ C സുഭദ്ര തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്തിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിവർത്തന മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്ക് തൃശൂർ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഏർപ്പെടുത്തിയ EK ദിവാകരൻ പോറ്റി പുരസ്കാരത്തിന് AK റിയാസ് മുഹമ്മദ് അർഹനായി. മലയാളത്തിലേക്ക് ധാരാളം വിവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള കാസർഗോഡ് ഉപ്പള സ്വദേശിയായ റിയാസ് മുഹമ്മദ് കന്നഡ, തമിഴ്, തുളു ഭാഷകളിൽ നിരവധി കവിതകളും കഥകളും നോവലും രചിച്ചിട്ടുണ്ട്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പോറ്റി മാസ്റ്ററുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അടുത്ത മാസം നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരസ്കാര നിർണയ സമിതി അംഗം PN ഗോപികൃഷ്ണൻ, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, വൈസ് പ്രസിഡന്റ് EK മോഹൻദാസ്, മുൻ പ്രസിഡന്റ് ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഒല്ലൂർ യൂക്കോൺ ശനിയാഴ്ച തൃശൂരിൽ യോഗാ പരിശീലനം സംഘടിപ്പിക്കും. യോഗി ജയദേവന്റെ നേതൃത്വത്തിൽ വിവേകോദയം സ്കൂളിൽ രാവിലെ 7 മുതൽ പരിശീലനം നടക്കും. തുടർന്ന് സെമിനാറുമുണ്ടാകും. വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ 500ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യോഗി ജയദേവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് സംസ്ഥാന കൺവെൻഷൻ വെള്ളി, ശനി ദിവസങ്ങളായി തൃശൂർ കുട്ടനെല്ലൂരിൽ നടക്കും. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി A പ്രദീപ് കുമാർ മുഖ്യാതിഥിയാകും. 500-ലധികം ആർക്കിടെക്റ്റുകൾ പങ്കെടുക്കും. 25-ലധികം ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രപ്രദർശനം, തത്സമയ വർക്ക്ഷോപ്പ്, ഹെറിറ്റേജ് വാക്ക്, തേക്കിങ്ങാട് മൈതാനത്തെ പക്ഷികളെയും മരങ്ങളെയും നിരീക്ഷിക്കൽ, സുവോളജിക്കൽ പാർക്കിലേക്ക് പഠനയാത്ര എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്രിജേഷ് ഉണ്ണി, ശ്യാംരാജ്, പ്രവീൺ പലങ്കര, സോനു, CP സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂളിൽ പുതുമ നിറഞ്ഞ പരിപാടികളോടെ വായനാ ദിനം ആചരിച്ചു. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. 1500ഓളം പുസ്തകങ്ങൾ ഇങ്ങനെ ലഭിച്ചു. കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപകർക്കും പ്രിൻസിപ്പൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാരുടെ വേഷത്തിൽ വന്ന് സാഹിത്യവിശേഷങ്ങൾ പങ്കുവച്ചത് കൗതുകമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ IES മാനേജ്മെന്റ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ്, സെക്രട്ടറി അൻവർ, പ്രിൻസിപ്പൽ CA ബീന, വൈസ് പ്രിൻസിപ്പൽ SN ബീന തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളക്കെട്ടിനെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡ് അടച്ചു. ഇരുവശത്തെയും പാടത്തു നിന്ന് റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് അമ്മാടം പെരിങ്ങോട്ടുകര റോഡിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് കുണ്ടോളിക്കടവ് വരെയുള്ള റോഡിൽ ഗതാഗതം നിരോധിച്ചു. PWD ചേർപ്പ് സെക്ഷൻ അധികൃതരാണ് ഗതാഗതം നിരോധിച്ചത്. അപകട സാധ്യത ഏറിയതിനാലാണ് നിരോധനം. ഗുരുവായൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. അമല സ്വദേശി പാറമേൽ വീട്ടിൽ കുട്ടികൃഷ്ണനാണ് പരിക്കേറ്റത്. പഴയ BSNL ഓഫീസിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,265 രൂപ, പവന് 74,120 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,353 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വാഴക്കോട് പ്ലാഴിയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ വീട്ടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി.
സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിലെ RSS കേന്ദ്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ബന്ധം സംബന്ധിച്ച് CPM നേതാക്കൾ പറയുന്നത് പരസ്പര വിരുദ്ധമായ അഭിപ്രായമെന്നും സതീശൻ. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ വ്യാപാരികൾ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വ്യാപാരികൾ. ഒരു വർഷം പിന്നിട്ടിട്ടും ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ചേറ്റുവയിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക് വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.